പച്ചവീട്ടിൽ പ്രശ്നം കോഴി മുട്ടാണ്. ഇത് കോഴിന്റെ മുട്ട കൂടെ വരുന്ന സാധനമാണ്. സാനിറ്റൈസർ വാങ്ങിയിട്ട് ഇവിടെ ഇന്നലെ അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ അടിയിൽ കൂടെ. Good morning everybody, welcome to my channel Mushi's Miracle. Welcome to Mushi's Miracle. ഇന്നത്തെ എൻ്റെ മുടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി അപ്ഡേറ്റ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇടുന്നു. ഫസ്റ്റ് തന്നെ എൻ്റെ മുടിൻ്റെ ഹെയറിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡോണർ ഏരിയ കാണിച്ചത് അതാണ് ഡോണർ ഏരിയ. അപ്പോൾ എവിടെ ഫുള്ള് ചളിയാണ് പറഞ്ഞത്. ഒരു മയാണ്ട് പെയ്ത ചളി പിള്ളി നടക്കാൻ കഴിയില്ല. ചെരുപ്പും വെള്ളച്ചെരുപ്പ് വാങ്ങിയിട്ട് വെള്ളച്ചെരുപ്പ് ഫുള്ള് കളർ തന്നെ മതി. വേറൊരു കാലത്തേക്ക് തേച്ചക്കാനും മടിയേക്കണം. അപ്പോൾ തേച്ച കഴിക്കാൻ ഒരു കാര്യമില്ല, ഒരു ഉപകാരമില്ല. തേച്ച കഴിക്കിട്ട് എന്ത് ഉപകാരമാണ്? തേച്ച കഴിക്കിട്ട് പിന്നെ ചളി കൂടിട്ട് പോകാനല്ലേ. ഇന്ന് നമ്മൾ ചെക്കൻ വന്നിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്, അസീബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ചെരുപ്പിന് അടി ഫുള്ള് പൊടിയാണ്. ഇവിടൊക്കെ ഫുള്ള് പൊടിയായിരിക്കണം. മിക്കവാറും ഓണർ എന്ന് കണ്ടായിരുന്നു അടിശേരി കളിയിട്ടാണ് പറയിപ്പിച്ചാൽ നിൽക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ. അസി തിരിച്ചു വന്നിട്ടുണ്ട്, ചിർച്ചിക്കാണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നാര അബീബേ, ഇവിടെ ഇന്നലെ അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ അടിയിൽ കൂടെ ഏതൊരു മോയിൻ്റെ ട്രാക്ടറും തൊടുത്ത് പോയി. ആ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ. പിന്നെ എന്ത് തേങ്ങ പോലെ കോൺക്രീറ്റ് ഇട്ടുവന്നോ, ആകാണ്ട് ചാപ്പിളി കൊപ്പിളി കുളമാക്കി വെച്ചു. സംഗതി ഞാൻ നാട്ടിൽ നിന്ന് ബൈക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്ന് പോലെ അറിഞ്ഞേക്കണം. പോലെ അറിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഇവര് നേരെ ഇവിടെ ഈ ഏരിയ സെക്രട്ടറിക്ക് വിളിച്ചിട്ടുണ്ട്. മുർഷിദ് നാട്ടിൽ നിന്ന് ബൈക്കേറ്റ് വരുന്നുണ്ട്. പെട്ടെന്ന് റെഡിയാക്കണം. എന്താ വാക്കുമാ? അപ്പോൾ ബൈക്കൂടെ വിടാൻ അയച്ചില്ല, ഇതിൽ കൂടെ പോകാൻ പറഞ്ഞു. മുർഷിദ് നാട്ടിൽ നിന്ന് ബൈക്കേറ്റുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വരുന്നതിന് മുമ്പായിട്ട് അവിടെ നിന്ന് കോൺക്രീറ്റ് ചെയ്താണ് സെറ്റാക്കി വെക്കുക എന്നുള്ള നിലക്കോല് ചെയ്തച്ചാണോ എന്നൊരു ഡൗട്ട്. ചെറിയ നായിയാണ്, വലിയ തൊള്ള കൂട്ടം നായിയാണ്. നമ്മൾ നെരിയാണി കാലിൻ്റെ നെരിയാണിൻ്റെ അത്ര അല്പം ഉള്ളൂ നായി, പക്ഷെ വലിയ തൊള്ള. ഇവിടെ ഇതാണിത് സാധനം എങ്ങനെയാണ് ഓരോ വെറൈറ്റീസൊക്കെ ഇടും. വേറെ കുറച്ച് ഇവലത്തെ ഉണ്ടാണ് ഭയങ്കര പിസ്കന്മാർ. ഇങ്ങനത്തെ ഓരോന്നൊക്കെ വരച്ചു. ഇത് ചെറിയ സിമ്പിളായിട്ടുള്ള ചെറിയ വരയും കുറിച്ച് എനിക്ക് വരക്കറിയില്ല. എനിക്ക് തോന്നുന്നു അവിടെ പ്രായമുള്ള ആൾക്കാരാണ് ഈ വരയിൽ. അപ്പോൾ അച്ഛങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ തന്നെ കഴിയുള്ളൂ. അപ്പോൾ അതേമാതിരി വരച്ചതേ കാരണം. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ട് ഇൻഷാ അല്ലാഹ്. റൂമൊക്കെ എത്തിയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കണം. ഒരു വെറൈറ്റി സാധനമുണ്ട്, നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കണം. പ്ലാനിങ് ഉണ്ട്, കാണാം. കണ്ടില്ലേ ഇപ്പോൾ പോയില്ലേ മറ്റേ ഇതിമല്ലേ ഒരു MT പോയില്ലേ? ഓ കേരളക്കാരനാടാ. കേരള രജിസ്ട്രേഷനാണ് വണ്ടി. ചെക്ക് മെയിൻ്റെ ആക്കിയില്ലടോ. അവനക്ക് നമ്മൾ മനസ്സിലാവില്ലല്ലോ ആരാ ചിന്തിക്കുന്നത്. ഇവിടെ ഈ സാധനം ഭയങ്കര സുലഭമാണ്. ഇൻഡിക്ക തലങ്ങും വിലങ്ങും ഇൻഡിക്കയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇൻഡിക്ക, ഇങ്ങോട്ട് വരുമ്പോൾ ഇൻഡിക്ക. ടാറ്റൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇൻഡിക്ക, തിരിച്ചാണ്ട് പോകുമ്പോഴും ഇൻഡിക്ക. പോന്നാലും വന്നാലും കിടന്നാലും ഉറങ്ങിയാലും കണ്ണിഞ്ച് നോക്കിയാലും ഇൻഡിക്ക. ഇതില്ലാത്തൊരു ലൈഫില്ല ഇവിടെ. ഏത് അണ്ടൻ്റെ അടങ്ങോടൻ്റെ അടുത്ത് ഇൻഡിക്ക ഉണ്ടാവും ആ വണ്ടി. അത് എന്നിട്ട് ചമ്മേച്ചിക്കാണ്ട് എൻ്റെ അയ്മരും ചെത്തും വെക്കാൻ ബാക്കി ഉണ്ടാവില്ല. കാണ്ട നാക്കി സാധനം ഏതൊക്കെ ചളിയൊക്കെ ചെയ്യും. കള്ളപ്പുലി, ബിലീസ്, ബലാല്, കുണ്ടൻ, അങ്ങനെ ഏത് അണ്ടൻ്റെ അടങ്ങോടൻ്റെ അടുത്ത് ഇൻഡിക്ക ഉണ്ടാവും. എന്നിട്ട് അതാണ്ട് മോഡിഫൈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോഡിഫൈ ഒക്കെ ഒരു കഥ അല്ലേ. മാലിയും പിന്നെ
പൂവും പൂച്ചണ്ടും ചമ്മലും ചണ്ടിയും ഒക്കെ എടുത്ത് കണ്ട് വണ്ടിമ്മ കൊടുക്കാണ്ട് തൂക്കും. എന്നിട്ടോ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ കണ്ണ് മാത്രം പുറത്തേക്ക് കാണുന്ന കോലത്തിലാക്കി കണ്ടാണ് ഇവർ പോലെ. ആദ്യം വിചാരിച്ചത് അത് ഫുള്ള് കല്ലുമുട്ടി റോഡ് ഇത് കോൺക്രീറ്റ് ചെയ്ത്. അത് വിചാരിച്ചാൽ ഇതിങ്ങനെ തന്നെ ഇടയിൽ വില കോൺക്രീറ്റ് ഇങ്ങനെ ആയിക്കുന്നു. സംഗതി ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്, സെറ്റപ്പ് ആക്കിയാണ്. ഇവിടുന്ന് അവിടം വരെ എന്താണ് സുഖമാണ്, എന്തേ കാൽമ ചളിയാക്കാതെ പോകാം. അത് കഴിഞ്ഞിട്ടാണ് സീന്. ഈ കൊള്ളക്കാര വണ്ടിയാണിത്. അന്ന് പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഈ വണ്ടി കാണുമ്പോഴല്ലേ കൊള്ളക്കാര വണ്ടി ഉണ്ടോ ജി? കൊള്ളക്കാര വണ്ടി നോക്കണേ. അന്നൊക്കെ ഈ വണ്ടി പോകുമ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ വണ്ടി വരുന്ന കണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അതേമാതിരി മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ വേറെ ലോറി ഉണ്ടല്ലോ, പണ്ടത്തെ മറ്റേ ലോറി ഉണ്ടല്ലേ, എയ്ച്ചറല്ല എത്തൻ്റെ പേര്, മുമ്പിൽ 2 മൂടം അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ശക്തിമാനോ ലോറിയോ, അങ്ങനെ ഒരു ലോറി ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്, കുത്തുവോ മേത്തേക്ക് കുത്തുവോ കുത്തി തള്ളിയിടുമോ. പിന്നെ ഈ ഒമ്നി കാണുമ്പോൾ കൊള്ളക്കാരൻ വണ്ടിയാണെന്ന് ഉദ്ദേശിച്ചു. എന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞൊരു ഐഡിയ ആണ്, അങ്ങനത്തെ വണ്ടി കാണുമ്പോൾ അടുത്ത ഏതെങ്കിലും പെരണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും പെരയ്ക്ക് കയറുന്ന മാതിരി കാട്ടിക്കാളുണ്ട്. എന്നിട്ട് ഈ വണ്ടി വരുമ്പോൾ വണ്ടിൻ്റെ ഒറ്റയ്ക്ക് റോട്ടുമെന്ന് സ്കൂൾ കിട്ടി വരുമ്പോൾ എന്താ വെച്ചാൽ ഈ റോട്ടുമെന്ന് ഇങ്ങനെ ഈ വണ്ടി കാണുമ്പോൾ എന്താ വെച്ചാൽ നേരെ അടുത്ത ഏതാ പെര, ആ പെരൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറും. അങ്ങനെ പോയിൻ്റെ ശേഷമാണ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. അതുമൊക്കെ ഒരു കാലം ഗേസ്. നിങ്ങൾക്ക് ഉണ്ടേനു അങ്ങനത്തെ കാലം? ഉണ്ടേ കമൻറ്റ് ചെയ്യണ്ടേ നിങ്ങളെ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ അന്നത്തെ ഒരു നൊസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചോദിച്ചാൽ കട അടിച്ച് റൂമൊക്കെ ഇങ്ങനെ പോവാണ്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ എന്നോട് സ്മോക്കിംഗ് ഒക്കെ നിർത്താൻ പറഞ്ഞു. എന്ത് കണ്ടിട്ടാണ് എനിക്കറിയില്ല, കമൻറ്റിൽ കണ്ടിട്ടുണ്ട് സ്മോക്കിംഗ് നിർത്താൻ. സ്മോക്കിംഗ് നിർത്തി ബ്രോയുടെ ചുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിക്കണ്, ലിപ്സിലുള്ള വാട്ടറിൻ്റെ അംശം കുറഞ്ഞിട്ടുണ്ട് കുറേ കമൻറ്റ് കണ്ടു. സ്മോക്കിങ് നിർത്താനൊക്കെ പറഞ്ഞു കണ്ട്. സംഗതി എന്താ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്മോക്ക് ചെയ്യലില്ല. ഹെൽത്തിന് ഇഷ്യൂസ് വരുന്ന ഒരു സാധനം ഞാൻ എൻ്റെ മേത്തേക്ക് തൊടിച്ചില്ല. ചുണ്ടിങ്ങനെ ഡ്രൈ ആവാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇതാണ്. ഇവിടെ ഭയങ്കര കോൾഡാണ്. ആയിക്കോട്ടെ ഡിസംബർ ആകാനായി, സീസൺ ആവാനായി, ഭയങ്കര മഞ്ഞുമയൊക്കെ പെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ ഭയങ്കര തണുപ്പ് സീസണാണ് ഇവിടെ. അപ്പോൾ ഇവിടെ തണുപ്പ് സീസണാണ്. അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര മാറ്റമുണ്ട്. നാട്ടിലത്തെ അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഇതെന്താ വെച്ചാൽ ആ ഒരു തണുപ്പിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ചുണ്ടിൽ എൻ്റെ ലിപ്സിലെ വാട്ടറിൻ്റെ അംശം കുറഞ്ഞാണ്ട് ചുണ്ടിൽ ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ നാളായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നനച്ചു കൊടുക്കലുണ്ട്. അങ്ങനെ നനച്ചു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, അത് അപ്പം തന്നെ ഡ്രൈ ചെയ്യാണ്ട് പോകുന്നത്. അതെന്താ വെച്ചാൽ അത് ഞാൻ സ്മോക്ക് ചെയ്യുന്നതുകൊണ്ടോ ഇങ്ങനത്തെ ഇതുകൊണ്ടൊന്നുമല്ല. ഞാൻ സ്മോക്ക് ചെയ്യലില്ല, സത്യം പറയാമല്ലോ, സ്മോക്കൊന്നും ചെയ്യില്ല, അങ്ങനത്തെ ഒരാളല്ല. അപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ ഞാനാടാ കുരക്കല്ലേടാ, നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാടാ, കുറയ്ക്കല്ലേ സ്ഥിരം. എന്താണ് ഇതെത്താ കാട്ടുക അവിടെ ഞാൻ കുട്ടിൻ്റെ കാട്ടി കിട്ടും മോനെ. ഞാൻ പറഞ്ഞു നമ്മളെ മൂന്ത കണ്ടാലെങ്കിലും അത് മനസ്സിലാക്കേണ്ട നിങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാരല്ല, സ്ഥിരം കസ്റ്റമറാണ്. ചങ്ങൈമാരൊക്കെ വിളിച്ചു വിട്ടിട്ടുണ്ട് നായിൻ്റെ മോനെ. അല്ലോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു വസ്തു ഞാൻ തുടരില്ല, യൂസ് ചെയ്യില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ അറ്റ്മോസ്ഫിയർ. അതാണ് വെറൈറ്റി സാധനം ഉണ്ടാക്കുന്നുണ്ട്. ആ സാധനം നിങ്ങൾക്കായിരിക്കും മാണ്ടാന്നല്ലേ പറഞ്ഞ് ഇങ്ങനെ ബ്രെഡ് പൊരിച്ചാലോ ഉണ്ട്. ബ്രെഡ് കോയമുട്ടിയിലിട്ട് കാണ്ട് തന്നെ പൊരിച്ചു മാണ്ടല്ലോ തിന്നൂർത്. ഞാൻ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു നുള്ളടാ ഒരു പിച്ചടാറുണ്ട് വരരുത്. ഓക്കെ ഉറപ്പല്ലേ? തരൂല്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊതിക്കിടുന്ന ഏതെങ്കിലും ഒരു പീസാണ്ട് ഇട്ടിട്ടുണ്ട്, അതൊന്നും കൊണ്ടിട്ടാ. അപ്പോൾ ഒരാളുടെ കമ്മിയായിട്ടുണ്ട്, ഓൻ്റെ എക്സ്ട്രാ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നന്ദിപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ഇവിടെ ഇവന് ഹസീബ് ഇതേ മറ്റേ ചെരുപ്പ് ഓർഡർ ചെയ്തു. ഇത് കണ്ടിട്ട് എന്താ ഞാനൊരു ചെരുപ്പ് അല്ല ഇപ്പം അല്ല, അത് റൂമിൽ ഞാൻ കാണിച്ചത്. ഞാൻ ഒരു സാധനം ഇറക്കി അതേമാതിരി ഇവിടെ എല്ലാവർക്കും റൂം തുറക്കണമെന്നുണ്ടെങ്കിൽ ചാവി മാറ്റേണ്ട ഇർഷാൻ്റെ ഇതല്ലേ ഓൻ വരണ്ടേ. അതിങ്ങനെ ഇവിടെ
ആ ചങ്ങായി പാടി വരുന്നു റബ്ബേ. ആൾക്കാർ ഹെയറിനെ കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സജ്ജീകരണങ്ങളും പിന്നെ അതുപോലെ തന്നെ മുടീനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്റ് എ ജേർണി ഓഫ് മൈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ജേർണി ഓഫ് മൈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ നാട്ടിലൊക്കെ പോകാനായി. അപ്പോൾ നാട്ടിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അവിടെ കുത്തണം കാരണം ഇങ്ങോട്ട് പാടാ ഇവിടെ വേണ്ട ഇങ്ങോട്ട് കിട്ടി ഇവിടേക്കാണ് കയറാനുള്ളത്. ചങ്ങായി റൂട്ട് മാറിയാണ്ട് ഇങ്ങനെ പോണതാ വർത്താനം പറയാണ്ട്. അവിടെ മണ്ടേ ഇർഷാദാ ഇവിടെ 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 ആണ് റൂം. മാരി തോൽവികൾ ചിലക്കാതെ ഇങ്ങോട്ട് കയറിയിട്ട് പാടാ. ഇവിടെ എത്തി. 1 മണിക്കൂർ 1.5 മണിക്കൂറായി ഓനെയും കാത്തിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹെയറിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് ഞാൻ എക്സ്പീരിയൻസ് പറയാൻ ഞാൻ വലിയ സംഭവം ഹെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ വലിയ ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല യൂസർ എക്സ്പീരിയൻസ്, അതുകൊണ്ട് വലിയ സംഭവമായിട്ടല്ല യൂസ് ചെയ്ത വണ്ടീൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുക. എന്നാൽ മാതിരി ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ആണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൽ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ പോകണേ. ഓക്കെ, അത് നമ്മൾ കോയിൻ്റെ അണ്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം പറഞ്ഞുതരാം. മറ്റേ ഞങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാറില്ല. ഇപ്പോൾ ഏതായാലും പറഞ്ഞുതരാം. ഒരു ബ്രെഡും പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ പറയും ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള വലിയ നല്ലതൊന്നുമല്ല ആരോഗ്യത്തിന് എന്ന് പറയും. അങ്ങനെ പക്കാ പോടാർന്ന് കേൾക്കാം. പാലസാജിനറിയോ? സജിയോ എന്തോ ചെങ്ങായി ഉണ്ടല്ലോ, ഓൻ്റെ വീഡിയോ ഉണ്ടെന്ന് വെച്ച് ഓൻ പറയും എന്നോട് 50ഓളം പേര് എന്നോട് ഈ പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കും വേണ്ടിയിട്ട് ഞാൻ 50 കമൻ്റൊക്കെ ഉണ്ടാവില്ല. പിന്നെ അന്തറിൻ്റെ തന്നെ ഞാനും താങ്ങി. എന്നാൽ ഇൻ്റെതും ഉണ്ടടാ അങ്ങനെ. ആരാ എൻ്റെ വൈറലായ വീഡിയോൻ്റെ അടിയിലെ കമൻറ്റാണ് എന്ത് താങ്ങി കൊടുക്കുക അല്ലാത്ത കാട്ടുക. എന്നോട് 53 എന്നോട് ഇൻ്റെത് 152ഓളം ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ. അല്ല പിന്നെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, എന്നാലേ ലിറ്റിങ്ങളടി പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പച്ച വീട്ടിൽ പ്രശ്നം ചെയ്യുന്നവരെയും അവനെ കളിയാക്കില്ല, അവൻ്റെ ആകെ പിൻപറ്റിയാണ് ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ കോഴിമുട്ടാണ്, ഇത് കോഴിൻ്റെ മൂട്ട് കൂടെ വരുന്ന സാധനമാണ്. ഈ സാധനത്തിൽ എന്തൊക്കെ ഉണ്ടാവും, പല ജാതി ബാക്ടീരിയകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സാധനം യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, ഒരു സാനിറ്റൈസർ വാങ്ങിയിട്ട് അതിപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടുണ്ട് വരയ്ക്കുക. നന്നായിട്ട് വരച്ച് കൈക്ക് വൃത്തിയാക്കിയിട്ട് രണ്ടാമത് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിനു ശേഷം പിന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ കൈയൊക്കെ ഒന്ന് സാനിറ്റൈസർ ഇട്ട് ക്ലിയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് ഓംലേറ്റ് അടിക്കുക. അങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് എന്താണ് അടിക്കുന്നത് അത് ചെയ്യാം. മനസ്സിലായോ? വെറുതെ പറഞ്ഞ കേട്ടോ, അവനെ കളിയാക്കാൻ വേണ്ടിയില്ല. തമാശക്ക് ഇതെല്ലാവരും ചെയ്യണ്ടല്ലോ, പ്രേമം ചെയ്താൽ. ഇനി മുത്താളാ പച്ച വീട്ടിൽ പ്രശ്നേഷ്. ഇവിടുത്തെ കോഴിക്കൊക്കെ ഒന്നും മുട്ടല്ല, പറഞ്ഞിടിച്ചാണ്. കോഴി പറഞ്ഞിട്ട് കേൾക്കണ്ടേ, കോഴിനെ കൂടെ നിർബന്ധിച്ച് പൊടിച്ച് വെച്ചിട്ട് മുട്ടടിപ്പിച്ചാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, മഹാസംഭവമാണ്. കുറച്ച് പഞ്ചസാര ഇങ്ങോട്ട് എടുക്കുന്നു, ഇതിലേക്ക് ഇടുന്നു, വീണ്ടും എടുക്കുന്നു, ഇതിലേക്ക് ഇടുന്നു. പഞ്ചസാരൻ്റെ അളവൊന്നും ചോദിച്ചാൽ ആരും വരരുത്, എനിക്കറിയില്ല. നോക്കട്ടെ മട്ടത്തോ ഉണ്ട് പതപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ പാരുന്നു നമ്മൾ. ആദ്യം ഇതിന് മധുരം ഉണ്ടോ നോക്കട്ടെ, മധുരം ഏറിയണോ കുറഞ്ഞോ നോക്കട്ടെ. മനസ്സിലാവണില്ലല്ലോ മധുരം ഏറിയണോ കുറയണോ. ഞാനിപ്പോൾ ഇത് ഫുള്ള് കുടിച്ചാലും എനിക്ക് മനസ്സിലാവില്ല, അത് വേറെ വിഷയം. സൗണ്ടായിട്ടോ പാത്രം തെറിച്ചത് കുടഞ്ഞതാണ്, പാത്രം തെറിച്ചത്. ഇപ്പോൾ മിക്കവാറും ഓണർ കയറില്ല, അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാണ്ട്. സാധാരണ എല്ലാവരും ഇത് ഒഴിവാക്കി കണ്ടല്ലേ ബ്രെഡോ അതിൽ മുക്കലേ, ഈ സാധനം യൂസ് ചെയ്യില്ലല്ലോ മുക്കൽ. ഇവിടെ ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി ഇതും കൂടി മുക്കിക്കാണ്ടാണ്, കാരണം അതിനത്ര ബ്രെഡുള്ള അതിൽ എത്രത്തോളം കിട്ടും എത്രത്തോളം ഉണ്ടാക്കാൻ പോവാണ്.
ഏകദേശം 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം വെച്ച് മറിച്ചിടാം. അത്ര മട്ടം മതി. ഇതെങ്ങനെ ഇതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. കരിഞ്ഞ് വരുമ്പോഴാണ് എടുക്കില്ല, അതിന് മുമ്പേ തന്നെ പൊതിർന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നോക്കട്ടെ. എത്താൻ മട്ടം നോക്കട്ടെ. കുഴപ്പമില്ല. ഷുഗറൊക്കെ അത്യാവശ്യം കറക്റ്റാണ്. ഓവറൊന്നുമില്ല, കറക്റ്റ്. കുഴപ്പമൊന്നുമില്ല. ഷുഗറും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഓവർ ഷുഗറൊന്നുമില്ല. സാറിന് വീട്ടിലുണ്ടാക്കുന്ന മാതിരി തന്നെ പൊളി. നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത് അച്ഛനൊക്കെ വിതരണം ചെയ്തോ അവിടുത്തെ മട്ടൺ. ഒരു മാണ്ടെന്ന് പറയുന്നത് കൊടുത്തൊക്കെ ടേസ്റ്റ് ഓരോരു എന്താ പറയുക, ഒരു റിവ്യൂ. അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചില ഭാഗങ്ങളൊക്കെ കരിഞ്ഞിരിക്കും. മിക്കവാറും കരിഞ്ഞ് ഞാൻ തിന്നേണ്ടി വരും. കൊണ്ടേ എടുത്തോട്ടെ മട്ടൺ. കിടന്നൊരു ഏതെടുത്താലും 10 രൂപ. ഇപ്പം എടുത്താൽ 10 രൂപ, പിന്നെ എടുത്താൽ 10 രൂപ കിട്ടൂല. വരൂ ആർക്കും വേണ്ടേ? വരൂ. ഇപ്പോൾ കളിയാവും. ഇന്നത്തെ ലോട്ടറി അല്ല, ഇന്നത്തെ എന്താ പറയുക, ഇന്നത്തെ ബ്രെഡ് പൊരി നാളെ കിട്ടൂല. വേഗം വരൂ. കടന്നു. ഏതെടുത്താലും 10 രൂപ. ഇതിലൊന്നും എടുത്ത് ടേസ്റ്റ് നോക്കൂ. നിങ്ങൾ രണ്ടാമത് വീണ്ടും എടുക്കുന്നതാണ്. ടേസ്റ്റ് നോക്കൂ. ലിൽ പയ്യൻ ടേസ്റ്റ് നോക്കൂ. ഇവിടെ ഏതില്ല, മെനല്ല, മാറ്റില്ല. മാറ്റുന്ന പരിപാടിയില്ല. ഏതെടുത്താലും 10 രൂപ. 10 രൂപ വെച്ചിട്ട് എടുത്തുകൊള്ളൂ. 10 രൂപ വെച്ചിട്ടെടുത്തു. എങ്ങനെയുണ്ട് റിവ്യൂ? എങ്ങനെയുണ്ട്? ഒന്നെടുത്താൽ രണ്ടാമത് വീണ്ടും വരുന്നതാണ്. സെറ്റാണോ? ഇതല്ലേ എനിക്ക് മാണ്ടാ തിന്നില്ല എന്നൊക്കെ പറഞ്ഞിനി. ഏതെടുത്താലും 10 രൂപ. എടുത്തിട്ട് റിവ്യൂ പറയൂ. എങ്ങനെയുണ്ട്? വല്ല ഷുഗറൊന്നുമില്ല. വല്ല ഷുഗർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മട്ടം തിന്ന് ഇറക്കാതെ എന്നിട്ട് മട്ടം പറയും കേട്ടോ. പൊളിയാ? സെറ്റാണോ? ഗുഡ് നൈറ്റ്, ബൈ. നാളെ വേറെ എന്തെങ്കിലും വിഭവം. എന്നാ ഗുഡ് നൈറ്റ് ഇടാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്. ഇവിടെ വെച്ച അവസാനിക്കാം. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.